ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ 89 സങ്കീർത്തനങ്ങൾ 89 പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 20 വാക്യം, 89 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. സ്തോത്രം. നമുക്കറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ദാവീദിനെ കണ്ടെത്തി അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽക്കാലം നമ്മൾ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. നമുക്ക് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. സ്തോത്രം. നിരവധി ആമേൻ വ്യക്തികളെ അഭിഷേകം ചെയ്തു എങ്കിലും ദാവീദിനെ യഹോവയായ ദൈവം കണ്ടെത്തി അഭിഷേകം ചെയ്തു. സ്തോത്രം. എന്നെ കേൾക്കുന്ന അഭിഷക്തനെ, ആമേൻ, നിങ്ങളെ കണ്ടുപിടിച്ച് അഭിഷേകം ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മധ്യത്തിലും എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് പോയതല്ല. സ്തോത്രം. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട. നമ്മുടെ അപ്പൻ ആമേൻ കർത്താവിനെ ആരാധിച്ചത് കൊണ്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് നാം അതുപോലെ ആ വഴിക്ക് നടക്കണമെന്നില്ല. പക്ഷേ ആമേൻ ദാവീദിനെ ദൈവം ആമേൻ തേടി ചെന്ന് ആമേൻ ഇസ്രായേലിലെ രാജാവായി അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം നോക്കൂ. ആമേൻ. സ്തോത്രം. ഈ പുസ്തകത്തിൻ്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. ഇന്ന് പകൽ ശത്രു നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആമേൻ പറഞ്ഞ് പരത്തുന്നെങ്കിൽ ദൈവം പറയുന്നു, തലമുറയോളം ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയട്ടെ, നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഈ മനുഷ്യരെ ഈ പ്രൈസ് ദി ലോർഡ് ആമേൻ മനുഷ്യരുടെ മുമ്പിലോ അല്ലെങ്കിൽ ആമേൻ വ്യക്തികളുടെ മുൻപിലോ ആമേൻ നമ്മൾ വേദനിക്കപ്പെട്ടു എങ്കിൽ, ആമേൻ പരിഹാസം അനുഭവിച്ചു എങ്കിൽ, നിന്ന അനുഭവിച്ചു എങ്കിൽ അതിൻ്റെ ആമേൻ 100 മടങ്ങ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ. ആമേൻ. സ്തോത്രം. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ദാസനായ ദാവീദിനെ എന്ത് ചെയ്തു? കണ്ടെത്തി. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ടിരിക്കുന്നു എന്ന് ആമേൻ സ്തോത്രം വചനം വ്യക്തമായി നമ്മെ അറിയിക്കുമ്പോൾ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു. എന്തിനാ? ദൈവരാജ്യത്തിന് വേണ്ടി ആമേ കണ്ടെത്തിയ ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ചുമക്കുവാൻ കർത്താവ് എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തെങ്കിൽ അതിനകത്ത് വലിയൊരു റിസൾട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് ചെയ്യുവാനുണ്ട്. ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. അടുത്തെന്താ പറയുന്നറിയാമോ? 22 വാക്യം നിങ്ങൾ നോക്കൂ. ആമേൻ. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. കണ്ടോ? ദൈവം തെരഞ്ഞെടുത്തവനെ ആമേൻ, ഒരു ആമേൻ പറഞ്ഞേ, ശത്രു എന്ത് ചെയ്യത്തില്ല? തോൽപ്പിക്കില്ല.
സ്തോത്രം. ആമേൻ. ശത്രു അവൻ എന്ത് ചെയ്യില്ല? തോൽപ്പിക്കില്ല. ആമേൻ. ഹല്ലേലൂയ. വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പീഡകൾ, ആമേൻ, എന്തെങ്കിലും വഷളന്മാർ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ കർത്താവ് പറയുന്നത് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ദാവീദേ. കാരണം തെരഞ്ഞെടുത്തത് ദൈവമാ. സ്തോത്രം. നിന്നെ തെരഞ്ഞെടുത്തത് ദൈവമാ. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിന്നെ ആരെങ്കിലും പരിഹസിച്ചോ, നിന്നെ ആരെങ്കിലും പീഡിപ്പിച്ചോ, സ്തോത്രം, എങ്ങനെ? വാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ചോ, ഹല്ലേലൂയ. നിന്റെ ഒരു പ്രാർത്ഥന, നിന്റെ ഒരു ആരാധന, നിന്റെ ഒരു അന്യഭാഷ, നിന്റെ ഒരു കയ്യടി, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നെ കളിയാക്കിയോ, ഭാരപ്പെടണ്ട. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ദൈവത്താൽ തെരഞ്ഞെടുത്തവനെ, ആമേൻ, ഒരു വ്യക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ തെരഞ്ഞെടുത്തവനെ, ദൈവത്താൽ ഉയർത്തപ്പെട്ടവനെ, ദൈവത്താൽ ആമേൻ മാനിക്കപ്പെട്ടവനെ, ദൈവത്താൽ ആമേൻ സ്തോത്രം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ തോൽപ്പിക്കത്തില്ല എന്ന് ദൈവാത്മാവിന്ന് പകൽക്കാലം ശക്തമായി ആലോചന വിളിച്ചു പറയുക. ശക്തമായി ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് എത്ര വഷളന്മാർ നിറഞ്ഞു നിന്നാലും, നിന്റെ ആത്മീക ഭൗതിക മണ്ഡലത്തിന് നേരെ ഉയർത്തിയാലും സ്വർഗം പറയുന്നു, ഇല്ല, ഞാൻ നിന്റെ ആമേൻ സ്തോത്രം ജീവിതത്തിന്റെ മേൽ എൻ്റെ പ്രവൃത്തിയെ അയക്കും. നോയിക്കേ, ആമേൻ സ്തോത്രം. വളരെ വ്യക്തമായി ദാവീദേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ശത്രു നിന്നെ എന്ത് ചെയ്യില്ല? ജയിക്കില്ല. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോയിക്കേ, ആമേൻ 24 വാക്യം പറയുന്നു, എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തത, ആമേൻ, ദൈവത്തിന്റെ ദയ ഒരു ദൈവപൈതന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, എൻ്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയരും. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ നീ ഉയരാൻ തുടങ്ങിയാൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കേട്ടോ, കർത്താവ് നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, കർത്താവ് നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ ശത്രു ഇങ്ങനെ കൊഞ്ഞനം കുത്തിയിരിക്കുകയുള്ളൂ, നീ അങ്ങ് ഉയർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നിന്റെ പരാജയം കാണാൻ നോക്കിയിരിക്കുന്ന വ്യക്തികളുണ്ട്. നിന്നെ മുഖത്ത് നോക്കി ചിരിച്ച് മയക്കി നിന്നെ സോപ്പിടുമെങ്കിലും, പക്ഷെ ദൈവാത്മ പറയുന്നു, അവർ നോക്കി നിൽക്കെ ഞാൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഷളനിങ്ങനെ ചിരിച്ച് നിന്റെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ ഉറപ്പിക്കുക. ദൈവ പൈതലേ, നിന്നെ ദൈവം മാനിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രൈസ് വ്യക്തികളുടെ മുൻപിൽ വച്ച്, നിന്റെ കുടുംബക്കാരുടെ, ചാർച്ചക്കാരുടെ, നിന്റെ തോൽവി കാണാൻ ആഗ്രഹിച്ചവരുടെ മുൻപിൽ വച്ച് നിന്നെ ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കാൻ പോകുക. ഈ പ്രഭാതം നിന്റെ പ്രഭാതമാണ്. ഈ പ്രഭാതം വഷളൻ തോറ്റ് പിന്മാറുന്ന പ്രഭാതമാണ്. ഈ പ്രഭാതം നിന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്ന പ്രഭാതമാണ്. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിനകത്ത് ഒരു ടേണിംഗ് പോയിന്റായി ദൈവം കണ്ടിരിക്കുക. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ചയുടെ പ്രഭാതമാണ്. ഈ പ്രഭാതം നിനക്ക് ജയമാണ്. ഈ പ്രഭാതം ശത്രു നിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കുന്ന പ്രഭാതമാണ്. ഈ പ്രഭാതം നിന്റെ കൊമ്പ് ഉയർത്തുന്ന പ്രഭാതമാണ്. സ്വർഗത്തിലെ ദൈവം അങ്ങനെ തന്നെ ഇന്ന് പകൽ ദൂത് കൈമാറുന്നു. നിന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നവർ തോറ്റ് പിന്മാറും. കാരണം എന്തെന്നറിയാമോ? ആമേൻ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. അപ്പൊ തൈലം എന്താണ്? വിശുദ്ധ തൈലം. പ്രൈസ് ദി ലോർഡ്. എന്താ തൈലം? വിശുദ്ധ തൈലം കൊണ്ടാണ് നിങ്ങളെ അഭിഷേകം ചെയ്തത്. ആണോ? അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഏത് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തേ? വിശുദ്ധ
തൈലം കൊണ്ട് ആമേൻ. ഏത് നാമത്തിലാണ് നിങ്ങൾ അഭിഷേകം ചെയ്തേ? കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിഷേകം ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ഉറപ്പോടെ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വലം കൈ ആമേൻ സ്തോത്രം നദികളുടെ മേലും ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആമേൻ നീട്ടുമാറാക്കും. ഇന്ന് പകൽക്കാലം ചില ചെങ്കടലുകൾ നിങ്ങളുടെ മുൻപിൽ രണ്ടായി പിളർന്നു മാറാൻ പോകുക. എന്തിനേറെ ഹല്ലേലൂയ സ്തോത്ര യോർദാൻ വരെ നിങ്ങളുടെ മുമ്പിൽ ആമേൻ അടിയറ പറയുന്ന ഒരു പ്രഭാതമാണ് ഇന്ന് പകൽ. ഹല്ലേലൂയ. ഈ ഏപ്രിൽ മാസം ആമേൻ 22-ാമത്തെ ദിവസം ബുധനാഴ്ച ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ആരുടെയൊക്കെയോ ജീവിതത്തെ തിരുത്തി കുറിക്കുന്ന, ആരുടെയൊക്കെയോ ജീവിതത്തിലെ മേലെഴുത്തുകളെ തിരുത്തി കുറിക്കുന്ന ഒരു പ്രഭാതമാണ്. ആമേൻ. നിന്നെ വിഴുങ്ങുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ വഷളന്റെ മുൻപിൽ നിന്ന് നിന്നെ തിരുത്തി കുറിക്കുന്ന ഒരു പ്രഭാതമാണ് ദൈവ പൈതലേ. ആരൊക്കെ നിന്നെ വെറുത്തു പോയാലും, ആരൊക്കെ നിന്നെ തോൽപ്പിക്കാൻ നോക്കിയാലും നീ തോൽക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ അഭിഷേക തൈലമുണ്ട്. ആ തൈലത്തിന്റെ മറവിൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന്. ഓ റിബലവ ശംഭവരാജകൾക്കനാദി. ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്നുകരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ. കരയിൽ നിന്ന് പറയും, എടാ നീ വല എറിയരുത്, ഇത് കിട്ടത്തില്ല എന്ന് കരയിൽ നിന്ന് പറയുന്നവരെ കേൾക്കരുത്. കരയിൽ നിന്ന് പറയുന്നവരുടെ ശബ്ദം കേൾക്കരുത്. പക്ഷെ നിന്നോട് അപ്പോഴും പറയുന്നത്, നീ ആഴത്തിലേക്ക് നീ ഇറക്ക്. ആഴത്തിലേക്ക്. കരയിൽ നിന്നുകൊണ്ട് വെറുതെ വല വീശിയ കാര്യമില്ല. ആഴത്തിലേക്ക് ഇറക്കണം. ഹല്ലേലൂയ. ശത്രുവിന്റെ മാളത്തിൽ പോയി അവനെ കീഴ്പ്പെടുത്തണം. അല്ലാതെ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല ദൈവ പൈതലേ. ശത്രുവിന്റെ മാളത്തിനകത്ത് ചെന്ന് അവന്റെ ആമേൻ സ്തോത്രം ശത്രു അവന്റെ ബലത്തെ തകർക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നിന്റെ ദിവസമാണ്. പ്രാർത്ഥനയിൽ നീ ഒറ്റിരിക്ക്. ഇന്ന് പകൽക്കാലം നിനക്ക് പറ്റുമെങ്കിൽ ഉപവാസം ഇരിക്ക്. പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് പകൽക്കാലം കർത്താവിന് സ്ഥാനം കൊടുക്ക്. ആമേൻ. അവന്റെ വഷളൻ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വല്ലാതായി ആമേൻ നീ ആമേൻ സ്തോത്രം മടങ്ങി യുദ്ധത്തിൽ അവനെ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ ആ തോൽക്കുമാറാക്കുന്ന, അല്ലെങ്കിൽ അവനെ ആമേൻ സ്തോത്രം ആമേൻ തകർത്തു കളയുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട് ദൈവ പൈതലേ. ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. ആ കർത്താവിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ്, എന്നോടാ നീ പറഞ്ഞത്. ആമേൻ. എൻ്റെ കൈ അവനോട് കൂടെ ആമേൻ സ്ഥിരമായിരിക്കും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. നിന്നെ ബലപ്പെടുത്തുന്ന ആമേൻ. അഭിഷേകത്തെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അയ്യോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ. അഭിഷേകത്തെ നിങ്ങൾ ചിന്തിക്കാനുണ്ടോ? അയ്യോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ. നിങ്ങളെ താങ്ങുന്നത് ഈ ഭൂമിയിലെ മനുഷ്യനല്ല കേട്ടോ. നിങ്ങളെ താങ്ങുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ പുറത്തെടുത്തില്ലേ? ആമേൻ. നിങ്ങളെ രണ്ട് കൈയും കൊണ്ട് കർത്താവ് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തെടുത്തില്ലേ? ആ പുറത്തെടുത്ത ദൈവമാണ് നിങ്ങളെ താങ്ങുന്നത്. സ്തോത്രം. അല്ലാതെ ഒരു മനുഷ്യനല്ല. ഹല്ലേലൂയ. അഭിഷേകത്തിനെ നിങ്ങളെ കൈക്ക് പിടിക്കുന്നത് ഒരു മനുഷ്യനല്ല കേട്ടോ, ദൈവമാണ് നിങ്ങളെ കൈക്ക് പിടിച്ച് ഉയർത്തുന്നത്. നോക്കിക്കേ 21-ാം വാക്യം. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ചിലതൊന്ന് പകൽക്കാലം കർത്താവെ റിലീസാവട്ടെ. ചിലത് റിലീസാവട്ടെ. ഓ ഡബലരഗത ശംഭവരാജകൾ, ഓ മനസ്സ് പിരിമുറുക്കങ്ങളെല്ലാം മാറട്ടെ കർത്താവെ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓ ദൈവജനത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ ആത്മീയ ഉണർവ് ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ശമനപരകധുനി വൈഡകരകഥന ജൂഡബനാരകൽക്കനാദി വൈഡക്കടകപരം ധുനി. യേശുവിന്റെ നാമത്തിൽ എല്ലാ പോരുകളും അഴിയട്ടെ കർത്താവേ. കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രഭാതം കൂടെ കാണുവാൻ അപ്പരെ സ്തുതിപ്പാൻ സഹായിച്ചല്ലോ. ദിനത്തെ ദൈവം അനുഗ്രഹിച്ചാട്ട്. കൃപയിൽ പൊതിയണം. അടിയനോടും കർത്താവ് സംസാരിച്ചല്ലോ, പിന്നെയും മാനിക്കണം. കൃപ കൊണ്ട് പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.